തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ CPIM-നെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചരണം LDF നടത്തി. ഇത് മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്ന് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് സമസ്ത മുഖപത്രത്തിൽ പറയുന്നത്? പരസ്യം വന്നത് സമസ്തയുടെ മുഖപത്രത്തിൽ കൂടിയാണ് എന്നതിൻ്റെ പരാമർശങ്ങൾ അതിലുണ്ടോ? ഹാഷ്മി, പരസ്യവുമായി ബന്ധപ്പെട്ട പരാമർശമൊന്നും തന്നെ ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠമെന്ന തലക്കെട്ടിൽ ഇന്ന് സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലാണ് ഇക്കാര്യങ്ങളുള്ളത്. അതായത് CPM-നെ വിമർശിച്ചും UDF-നെ പുകഴ്ത്തിയുമാണ് ഈ മുഖപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണമാണ് പാലക്കാട് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നിരിക്കുന്നത്. ഇത് മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് വളരെ ആഴമുള്ളതാണ്. അർഹിക്കുന്ന അവധിനോടുകൂടി ഈ പ്രചാരണത്തെ ജനാധിപത്യ കേരളം തള്ളി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിട്ടും എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിന്ന് കരകയറാൻ കഴിയുന്നില്ല എന്ന് CPM പരിശോധിക്കണമെന്നും ഈ എഡിറ്റോറിയലുണ്ട്. അതോടൊപ്പം തന്നെ ചേലക്കരയിൽ LDF-ന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും അസംതൃപ്തിയുടെ ഒരു കാരണമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കേണ്ടതുണ്ട് എന്നും ഈ എഡിറ്റോറിയൽ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലാണ് രൂക്ഷമായ വിമർശനവുമായി ഇറങ്ങിയത്. സമീറാണ് വിവരങ്ങൾ നൽകിയത്.